മേക്ക് ഇൻ ഇന്ത്യ ഇനി മേക്ക് ഇൻ യൂറോപ്പോ? ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത ഒരു യുദ്ധവിമാനം ഇനി യൂറോപ്പിൽ നിർമ്മിക്കാൻ പോകുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുദ്ധവിമാനമായ കാലഭൈരവ ആണ് ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. ലോകപ്രശസ്തമായ F-16 വിമാനങ്ങളുടെ സാങ്കേതികവിദ്യ കൈകാര്യം ചെയ്യുന്ന കമ്പനിയുമായി ചേർന്നാണ് ഇന്ത്യ ഈ വമ്പൻ നീക്കം നടത്തുന്നത്. എന്താണ് കാലഭൈരവയുടെ പ്രത്യേകത? നോക്കാം. ഇന്ത്യൻ കമ്പനിയായ FWDA വികസിപ്പിച്ചെടുത്ത അത്യാധുനിക AI യുദ്ധവിമാനമാണ് കാലഭൈരവ. ഇതൊരു സാധാരണ ഡ്രോണല്ല, മറിച്ച് സ്വയം ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ശേഷിയുള്ള ഒരു റോബോട്ടിക് പടയാളിയാണ്. ഇതിന്റെ കരുത്ത് നോക്കൂ. പരിധി ഒറ്റയടിക്ക് 3000 കിലോമീറ്റർ ദൂരം വരെ പറക്കാൻ ഇതിന് സാധിക്കും. സമയം തുടർച്ചയായി 30 മണിക്കൂറിലധികം ആകാശത്ത് തങ്ങാൻ ഇതിന് കഴിയും. ബുദ്ധി, AI ശത്രുക്കളെ സ്വയം തിരിച്ചറിയാനും കൂട്ടമായി ചേർന്ന് ആക്രമിക്കാനും സ്വാം കോഓർഡിനേഷൻ ഇതിന് പ്രത്യേക കഴിവുണ്ട്. പോർച്ചുഗീസ് കമ്പനിയായ സ്കെച്ച് പിക്സലുമായി ചേർന്നാണ് കാലഭൈരവ ഇനി നിർമ്മിക്കുന്നത്. F-16 പോലുള്ള ലോകോത്തര യുദ്ധവിമാനങ്ങളുടെ സിമ്യുലേഷൻ സിസ്റ്റം നിർമ്മിക്കുന്നവരാണിവർ. പോർച്ചുഗീസ് കരാർ അനുസരിച്ച് വിമാനത്തിന്റെ രൂപകൽപ്പനയും പ്രധാന സാങ്കേതികവിദ്യയും ഇന്ത്യയുടെ പക്കൽ തന്നെ ആയിരിക്കും. എന്നാൽ അതിന്റെ നിർമ്മാണവും അത്യാധുനിക സോഫ്റ്റ്വെയർ സംയോജനവും പോർച്ചുഗലിൽ വെച്ച് നടക്കും. ഇത് ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ ഒരു വമ്പൻ വിദേശ കരാറാണ്. എന്തിനാണ് ഇന്ത്യ ഇങ്ങനെയൊരു നീക്കം നടത്തുന്നത്? പോർച്ചുഗൽ ഒരു നാറ്റോ അംഗരാജ്യമാണ്. അവിടെ കാലഭൈരവ നിർമ്മിക്കുന്നതിലൂടെ യൂറോപ്പിലെയും നാറ്റോ രാജ്യങ്ങളിലെയും പ്രതിരോധ വിപണിയിലേക്ക് ഇന്ത്യക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കും. ലോകത്തെ ഏറ്റവും വലിയ ആയുധ കയറ്റുമതിക്കാരുടെ പട്ടികയിലേക്ക് ഇന്ത്യയെ എത്തിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് ഇതിനു പിന്നിൽ. ഇന്ത്യയുടെ സാങ്കേതികവിദ്യയും യൂറോപ്പിന്റെ നിർമ്മാണ മികവും ചേരുമ്പോൾ കാലഭൈരവ ലോകത്ത് തന്നെ ഏറ്റവും മികച്ച AI യുദ്ധവിമാനമായി മാറും. ഇന്ത്യൻ വിമാനങ്ങൾ യൂറോപ്പിലെ ആകാശത്ത് പറക്കുന്നത് കാണാൻ നമ്മൾ ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല. ഭാരതത്തിന്റെ ഈ വമ്പൻ നേട്ടത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു?